ഹലോ. ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയിരുന്ന ചാൾ ഫ്രൈ ഉണ്ടായിരുന്നില്ലേ, അതായത് മത്തി ഫ്രൈ. അതാണ് കേട്ടോ നമ്മൾ ഇന്ന് പരീക്ഷിക്കാൻ പോകുന്നത്. സംഭവം ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോൾ അങ്ങനെ കാണാറൊന്നുമില്ല. എന്നാലും നമുക്കിപ്പോഴാണ് സമയം കിട്ടിയത്, അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ. നമ്മൾ ആദ്യം സ്റ്റൗ കത്തിക്കാണ്ട് ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതെന്താ കത്തിക്കാത്തതെന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനായിരിക്കും മേ ബി. അപ്പോൾ നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ടെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് അതിലേക്ക് ചൂടാവുമ്പോൾ ഉള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. അതെനിക്ക് തോന്നുന്നു പച്ചക്കുത്തൊക്കെ മാറുന്ന വരെ നന്നായിട്ട് സോട്ട് ചെയ്യണം. അതിനുശേഷം കറിവേപ്പിലൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുളി ഒഴിച്ച മീൻകറി കഴിച്ചിട്ടുണ്ടെങ്കിലും പുളി ഒഴിച്ച മീൻ വറുത്ത് കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ എന്തായിരിക്കും ഒരു വെറൈറ്റി വെറൈറ്റി ടേസ്റ്റ് ആവുമെന്ന് എന്തായാലും അറിയാം. അപ്പം എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്നുള്ളത് അറിയാൻ നല്ല ക്യൂരിയസ് ആയിരുന്നു. നമുക്ക് ആവശ്യമുള്ള അത്രയും പുളി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം തള വരുമ്പോൾ നന്നായിട്ട് മീനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മീനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ചാളയോടൊപ്പം. അങ്ങനെ നന്നായിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇടുക. സംഭവം ആയി പെട്ടെന്നായി. ഒരു വെറൈറ്റി ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. എന്നാലും നമ്മൾ പച്ചക്കുരുമുളക് അരച്ച് വെക്കുന്ന ഒരു ചാള വറുത്തതിൻ്റെ ഫീലില്ലേ, അതെനിക്ക് കിട്ടിയില്ല ബൈ പേഴ്സണലി. പക്ഷെ നല്ല സംഭവമായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.